എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ CSR അണ്ടർ കമ്പനീസ് ആക്ട് 2013 കുറിച്ചാണ്. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പുതിയ കമ്പനീസ് ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കൊമേഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടി കേരള PSC പ്രസിദ്ധീകരിച്ച പുതിയ സിലബസിലെ 9ാമത്തെ മൊഡ്യൂളായ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അണ്ടർ കമ്പനീസ് ആക്ട് 2013 എന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കിനെ കുറിച്ചാണ്. ആദ്യമായി CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇവിടെ കമ്പനീസ് ആക്ടിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ CSR മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് but not limited to projects or programs related to activities specified in Schedule 7. ഷെഡ്യൂൾ 7-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളെയോ പ്രോഗ്രാമുകളെയോ ആണ് മൊത്തത്തിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ projects or programs related to activities undertaken by Board of Directors on the recommendation of CSR committee as per declared CSR policy of the company, subject to condition that such policy will cover subjects specified in Schedule 7. ഇവിടെയും ഷെഡ്യൂൾ 7-ൽ കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 7-ൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റികളുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയിലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി തയ്യാറാക്കി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിച്ചിട്ടുള്ള CSR പോളിസിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പ്രോഗ്രാമുകളെയോ പ്രൊജക്റ്റുകളെയോ ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷെഡ്യൂൾ 7 എന്താണ്? ഷെഡ്യൂൾ 7-ൽ ഉൾപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 7 എന്താണ്, ഷെഡ്യൂൾ 7-ൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതിനകത്ത് ഉൾപ്പെട്ട് വരുന്ന സബ്ജക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് കമ്പനീസ് ആക്ടിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഷെഡ്യൂൾ 7-ന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന പ്രൊജക്റ്റുകളോ പ്രോഗ്രാമുകളെയോ ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡെഫിനിഷന്റെ 2ാമത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി, ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ബോർഡ് മെമ്പേഴ്സ് അംഗീകരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇതിനെ ലളിതമായി പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നത് 3 പദങ്ങൾ ചേർന്നതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രോഫിറ്റിന് വേണ്ടി ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കുക, അവ വിൽക്കുക എന്നതിനുപരിയായിട്ട് ഓരോ ബിസിനസ്സിനും സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഉത്തരവാദിത്തങ്ങളെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടു. അവിടെ ഷെഡ്യൂൾ 7-ൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 7-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡെഫിനിഷൻ കുറച്ചുകൂടി ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. കമ്പനീസ് ആക്ടിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 2013 കമ്പനീസ് ആക്ടിലെ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്ന 9ാമത്തെ ചാപ്റ്ററിലെ സെക്ഷൻ 135-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്ഷൻ 135-ലെ സബ്സെക്ഷൻ 1 മുതൽ 8 വരെയാണ് CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിൽ 1 മുതൽ 5 വരെയുള്ള സബ്സെക്ഷനുകൾ ഒറിജിനൽ കമ്പനീസ് ആക്ടിൽ ഉണ്ടായിരുന്നവയാണ്. എന്നാൽ 6, 7, 8 സബ്സെക്ഷനുകൾ 2019 ജൂലൈ 31 നിലവിൽ വന്ന കമ്പനീസ് അമെൻമെന്റ് ആക്ടിലൂടെ ചേർക്കപ്പെട്ടവയാണ്. അപ്പോൾ ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്പനീസ് ആക്ടിൽ ചാപ്റ്റർ 9-ലാണ് പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്നുള്ളതാണ് ചാപ്റ്റർ 9. അതിൽ തന്നെ സെക്ഷൻ 135-ൽ സബ്സെക്ഷൻ 1 മുതൽ 8 വരെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സബ്സെക്ഷൻ 1 മുതൽ 5 വരെ ഒറിജിനൽ കമ്പനീസ് ആക്ടിൽ ഉണ്ടായിരുന്നവയാണ്. എന്നാൽ 6, 7, 8 സബ്സെക്ഷനുകൾ 2019-ലെ അമെൻമെന്റ് ആക്ടിലൂടെ പുതിയതായി ചേർക്കപ്പെട്ടവയാണ്. ഇനി നമ്മൾ പറഞ്ഞു സെക്ഷൻ 135-ലെ സബ്സെക്ഷൻ 1 മുതൽ 8 വരെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് കമ്പനീസ് ആക്ടിൽ പറയുന്നത് എന്ന് പറഞ്ഞു. ഇനി ഓരോ സെക്ഷനിലും എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. സെക്ഷൻ 135 സബ്സെക്ഷൻ 1-ൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്.
കോൺസ്റ്റിറ്റ്യൂട്ട് എ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി. ഇതിൽ പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഏതെല്ലാം കമ്പനികളാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി രൂപീകരിക്കേണ്ടതെന്ന് നോക്കാം. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ ഫോറിൻ കമ്പനി, ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ 3 കണ്ടീഷനുണ്ട്. ഈ 3 കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനികൾക്കാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി രൂപീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ നോക്കാം. ഒന്നാമത്തേത്, നെറ്റ് വർത്ത് ഓഫ് ₹500 crore ഓർ മോർ. നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 500 കോടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ, നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 500 കോടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ, അല്ലെങ്കിൽ ടേൺ ഓവർ ഓഫ് ₹1000 crore, ടേൺ ഓവർ 1000 കോടിയോ അതിൽ കൂടുതലോ ആണെങ്കിൽ, അതുമല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹5 crore ഓർ മോർ, നെറ്റ് പ്രോഫിറ്റ് 5 കോടിയോ അതിനു മുകളിലോ ആണെങ്കിൽ, ഈ 3 കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനികൾക്കാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി രൂപീകരിക്കേണ്ടുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഓറാണ് കാണുന്നത്. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് CSR കമ്മിറ്റി രൂപീകരിക്കാം. അപ്പോൾ ഒന്നുകിൽ നെറ്റ് വർത്ത് 500 കോടിയോ അതിൽ കൂടുതലോ ആയിരിക്കണം, അല്ലെങ്കിൽ ടേൺ ഓവർ 1000 കോടിയോ അതിൽ കൂടുതലോ ആയിരിക്കണം, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 5 കോടിയോ അതിൽ കൂടുതലോ ആയിരിക്കണം. ഡ്യൂറിങ് ദ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ഫൈനാൻഷ്യൽ ഇയർ, തൊട്ട് മുൻപത്തെ ഫൈനാൻഷ്യൽ ഇയറിൽ സംഭവിച്ചിട്ടുള്ളതായിരിക്കണം എന്ന് പറയുന്നു. ഇത് പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ് 2013 ഒറിജിനൽ കമ്പനീസ് ആക്ടിൽ. ഇവിടെ എനി ഇയർ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് 2019 അമെൻമെന്റിലൂടെയാണ് ഇവിടെ ഡ്യൂറിങ് ദ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് ചേർക്കപ്പെട്ടത്. പിന്നീട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി രൂപീകരിക്കണം. ആ കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടുന്ന ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 3 അതിലധികമോ ആയിരിക്കണം. കൺസിസ്റ്റിംഗ് ഓഫ് 3 or more ഡയറക്ടേഴ്സ്, 3 അതിലധികമോ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പിന്നീട് സെക്ഷൻ 135 സബ്സെക്ഷൻ 1-ൽ പറയുന്നത്. അതിൽ തന്നെ ഔട്ട് ഓഫ് വിച്ച് അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടർ ഷാൽ ബി ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, 3 അതിലധികമോ ഡയറക്ടേഴ്സ് ഉണ്ടാകണം, അതിൽ ഒരാൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം എന്നുകൂടി നിയമം കൃത്യമായി പറയുന്നുണ്ട്. ഇത് കൂടാതെ ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. An unlisted public company or a private company is not required to appoint an independent director pursuant to subsection 4 of section 149 of Companies Act. അപ്പോൾ നമുക്ക് സെക്ഷൻ 149 subsection 4 എന്താണെന്ന് നോക്കാം. Every listed company shall have at least 1/3 of the total number of directors as independent directors, and the central government may prescribe the minimum number of independent directors in case of any class or classes of public companies. ഇവിടെ പറയുന്നത് ലിസ്റ്റഡ് പബ്ലിക് കമ്പനികളിൽ 1/3 ഓഫ് ദ ഡയറക്ടേഴ്സ്, അതായത് ടോട്ടൽ ഡയറക്ടേഴ്സിലെ 1/3 ഭാഗം ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസും പ്രൈവറ്റ് കമ്പനീസിനും ഇത്തരത്തിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ നിയമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എ പ്രൈവറ്റ് കമ്പനി ഹാവിങ് 2 ഡയറക്ടേഴ്സ്, നമുക്കറിയാം പ്രൈവറ്റ് കമ്പനിയിലെ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. അത്തരത്തിൽ 2 ഡയറക്ടേഴ്സ് മാത്രമുള്ള പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ CSR കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് 3 അതിലധികമോ ഡയറക്ടേഴ്സ് വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ 2 ഡയറക്ടേഴ്സ് മാത്രമുള്ള പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവർക്ക് CSR കമ്മിറ്റി 2 ഡയറക്ടേഴ്സ് വെച്ച് തന്നെ രൂപീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫോറിൻ കമ്പനിയുടെ കാര്യമാവുമ്പോൾ അവിടെ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് വേണം. 2 ഡയറക്ടേഴ്സിൽ 1 റെസിഡൻ്റ് ആയിരിക്കണം, അതായത് ആ രാജ്യത്തെ റെസിഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന് നോമിനേറ്റഡ് ബൈ കമ്പനി. അപ്പോൾ ഫോറിൻ കമ്പനിയിലെ CSR കമ്മിറ്റിയിലെ 2 ഡയറക്ടേഴ്സിൽ ഒരാൾ റെസിഡൻ്റ് ആയിരിക്കണം, മറ്റൊരാളെ കമ്പനിക്ക് നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 135 സബ്സെക്ഷൻ 1-ൽ പറയുന്ന കാര്യങ്ങൾ. അടുത്തത് സെക്ഷൻ 135 സബ്സെക്ഷൻ 2 സബ്സെക്ഷൻ 2-ൽ എന്താണ് പറയുന്നത് നോക്കാം. ദ ബോർഡ്സ് റിപ്പോർട്ട് ഷാൽ ഡിസ്ക്ലോസ് ദ കോമ്പോസിഷൻ ഓഫ് ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ബോർഡിൻ്റെ റിപ്പോർട്ടിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിയുടെ കോമ്പോസിഷൻ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതിൽ എത്ര അംഗങ്ങളാണുള്ളത്, എത്ര ഡയറക്ടേഴ്സ് ആണുള്ളത്, ഏതെല്ലാം ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണ്, ഏതെല്ലാം ഡയറക്ടേഴ്സ് അകത്തു നിന്നുള്ളവരാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിൽ കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് സെക്ഷൻ 135 സബ്സെക്ഷൻ 2-ൽ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ.
അടുത്തത് സെക്ഷൻ 135 സബ്സെക്ഷൻ 3. സബ്സെക്ഷൻ 3ൽ എന്താണ് പറയുന്നത് നോക്കാം. ദാറ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി ഷാൽ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് സബ്സെക്ഷൻ 3ൽ പറയുന്നത്. ഫോർമുലേറ്റ് ആൻഡ് റെക്കമെൻഡ് എ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി ടു ദ ബോർഡ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുമ്പിൽ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി തയ്യാറാക്കി അതിനെ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്നത് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ബൈ ദ കമ്പനി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7. നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ നോക്കിയ സമയത്ത് കണ്ടതാണ്. ഷെഡ്യൂൾ 7ൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി രൂപീകരിക്കുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിയാണ്. ഇത്തരത്തിൽ പോളിസി രൂപീകരിച്ച് അതിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ റെക്കമെൻഡ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ടു ബി ഇൻകേർഡ് ഓൺ ആക്ടിവിറ്റീസ്. ഇത്തരത്തിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസിയുടെ ഭാഗമായി ചെയ്യേണ്ടി വരുന്ന ആക്ടിവിറ്റീസിന് വരുന്ന എക്സ്പെൻഡിച്ചർ എന്താണ്, അതിന്റെ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിയാണ്. അതുപോലെ മോണിറ്റർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി ഓഫ് ദ കമ്പനി ഫ്രം ടൈം ടു ടൈം. സമയാസമയങ്ങളിൽ ഇത്തരത്തിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസിയെ മോണിറ്റർ ചെയ്യുക, അതിനെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള കാര്യവും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിയുടെ ചുമതലയാണ്. ഇവിടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. കോൺട്രിബ്യൂഷൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു എനി പൊളിറ്റിക്കൽ പാർട്ടി ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് CSR ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ CSR ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അത്തരത്തിൽ CSR ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൊടുക്കുന്ന കോൺട്രിബ്യൂഷനൊന്നും CSR ആക്ടിവിറ്റിയുടെ പരിധിയിൽപ്പെടുത്താൻ കഴിയില്ല. അത് സെക്ഷൻ 182 പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 182 പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനെ CSR ആക്ടിവിറ്റി ആയിട്ട് പരിഗണിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ the CSR project or program or activities that benefits only the employees of the company and their families shall not be considered as CSR activity. അതായത് കമ്പനിയിലെ ജോലിക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കോ മാത്രമായി ഒതുങ്ങുന്ന ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസോ പ്രോഗ്രാംസോ പ്രൊജക്ട്സോ ആണ് ചെയ്യുന്നതെങ്കിൽ അത്തരം ആക്ടിവിറ്റീസിനെ ഒന്നും CSR ആക്ടിവിറ്റി, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റി ആയിട്ട് പരിഗണിക്കാനാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനെ CSR ആക്ടിവിറ്റി ആയിട്ട് പരിഗണിക്കില്ല. അതുപോലെ തന്നെ എംപ്ലോയീസോ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഫാമിലിക്കോ മാത്രം ബെനിഫിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയും CSR ആക്ടിവിറ്റി ആയിട്ട് പരിഗണിക്കില്ല. അടുത്തത് സെക്ഷൻ 135 സബ്സെക്ഷൻ 4. സബ്സെക്ഷൻ 4ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ദ ബോർഡ് ഷാൽ, ബോർഡ് എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് CSRുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്രൂവ് ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി. നമ്മൾ പറഞ്ഞു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിയാണ്. അത് ഷെഡ്യൂൾ 7ന്റെ അടിസ്ഥാനത്തിൽ, ഷെഡ്യൂൾ 7ൽ പ്രതിപാദിച്ചിരിക്കുന്ന ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി രൂപീകരിക്കുന്നത്. കമ്മിറ്റി രൂപീകരിക്കുന്ന അത്തരം പോളിസീസ് സബ്മിറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുമ്പിലാണ്. അപ്പോൾ ആ ബോർഡ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അപ്രൂവ് ചെയ്യുക. ഇത്തരത്തിൽ തങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസിയെ അപ്രൂവ് ചെയ്യുക. അടുത്തത് ഡിസ്ക്ലോസ് കണ്ടന്റ്സ് ഓഫ് സച്ച് പോളിസി ഇൻ ഇറ്റ്സ് റിപ്പോർട്ട്. ബോർഡിന്റെ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ അംഗീകരിക്കുന്ന പോളിസിയുടെ കണ്ടന്റ്സിനെ ഡിസ്ക്ലോസ് ചെയ്യുക, കണ്ടന്റ്സിനെ പ്രസന്റ് ചെയ്യുക. ഇത്തരത്തിൽ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. കമ്പനീസ് ആക്ടിൽ ഇതിന്റെ ഫോർമാറ്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേസ് ഇറ്റ് ഓൺ കമ്പനീസ് വെബ്സൈറ്റ്. കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ കമ്പനി അഡോപ്റ്റ് ചെയ്യുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസിയെ കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ബോർഡ് ചെയ്യുക. അതുപോലെ തന്നെ എൻഷുർ ദാറ്റ് ദ ആക്ടിവിറ്റീസ് ഇൻ ദ പോളിസി ആർ അണ്ടർടേക്കൺ ബൈ ദ കമ്പനി. ഇത്തരത്തിൽ കമ്പനി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് കൃത്യമായി നടപ്പാക്കുന്നുണ്ട്, കമ്പനി നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്നതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അടുത്തത് സെക്ഷൻ 135 സബ്സെക്ഷൻ 5. സബ്സെക്ഷൻ 5ൽ എന്താണ് പറയുന്നത് നോക്കാം. ദ ബോർഡ് ഷാൽ എൻഷുർ ദാറ്റ്, ബോർഡ് എൻഷുർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ദ കമ്പനി സ്പെൻസ് ഇൻ എവരി ഫൈനാൻഷ്യൽ ഇയർ അറ്റ്ലീസ്റ്റ് 2%, 2% ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി മെയ്ഡ് ഡ്യൂറിംഗ് ദ 3 ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഫൈനാൻഷ്യൽ ഇയർ. അതായത് തൊട്ടു മുൻപുള്ള 3 വർഷത്തെ ലാഭത്തിന്റെ 2% ഓരോ വർഷവും ഇത്തരം കമ്പനികൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റികൾക്ക് വേണ്ടി ചെലവാക്കിയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് എൻഷുർ ചെയ്യേണ്ടത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, ബോർഡാണ്. അപ്പോൾ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങളാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉൾപ്പെടാതെ വരുന്നത്. ഒന്ന്,
എനി പ്രോഫിറ്റ് അറൈസിങ് ഫ്രം എനി ഓവർസീസ് ബ്രാഞ്ച്, ഓവർസീസ് ബ്രാഞ്ചിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ടേമിനകത്ത് ഉൾപ്പെടില്ല. അതുപോലെ തന്നെ ഓർ ബ്രാഞ്ചസ് ഓഫ് കമ്പനി ഓപ്പറേറ്റഡ് ആസ് എ സെപ്പറേറ്റ് കമ്പനി, സെപ്പറേറ്റ് കമ്പനിയായി പ്രവർത്തിക്കുന്ന ബ്രാഞ്ചസിൽ നിന്നുള്ള ലാഭവും ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള ടേമിൽ ഉൾപ്പെട്ട് വരുന്നില്ല. അതുപോലെ എനി ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം അതർ കമ്പനീസ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ മറ്റ് കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ 2 എക്സംഷൻസ് ആണുള്ളത്. ഒന്ന് പ്രോഫിറ്റ് അറൈസിങ് ഫ്രം എനി ഓവർസീസ് ബ്രാഞ്ചസ്, ഓവർസീസ് ബ്രാഞ്ചസിൽ നിന്നുള്ള പ്രോഫിറ്റും അതുപോലെ തന്നെ സെപ്പറേറ്റ് കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്ന ബ്രാഞ്ചസിൽ നിന്നുള്ള പ്രോഫിറ്റും ഉൾപ്പെടുത്തേണ്ട. അതുപോലെ ഇന്ത്യയിലെ മറ്റ് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന ഡിവിഡൻഡ് ലാഭവിഹിതവും നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ 2% പ്രോഫിറ്റ് തൊട്ട് മുൻപത്തെ 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ, ഇഫ് ദ കമ്പനി ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ദ പീരീഡ് ഓഫ് 3 ഫൈനാൻഷ്യൽ ഇയർ, ചിലപ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് 3 വർഷമായിട്ടില്ല എങ്കിൽ അവിടെ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി പ്രസീഡിങ് ഫൈനാൻഷ്യൽ ഇയർ, അതായത് 3 വർഷമായിട്ടില്ല എങ്കിൽ തൊട്ട് മുൻപത്തെ വർഷങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സബ്സെക്ഷൻ 5 പറയുന്ന മറ്റ് 2 കാര്യങ്ങളാണ്. ഒന്ന്, കമ്പനി ഷാൽ ഗീവ് പ്രിഫറൻസ് ടു ദ ലോക്കൽ ഏരിയ ആൻഡ് ഏരിയ അറൌണ്ട് ഇറ്റ് വെയർ ഇറ്റ് ഓപ്പറേറ്റ്സ് ഫോർ സ്പെൻഡിങ് ദ എമൗണ്ട്. ഈ 2% ലാഭവിഹിതത്തിന്റെ 2% CSR ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടത്, അതിന് പ്രിഫറൻസ് കൊടുക്കേണ്ടുന്നത് ലോക്കൽ ഏരിയയിലാണ്, അല്ലെങ്കിൽ ആ ബിസിനസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ചുറ്റുവട്ടത്തുള്ള ഏരിയയിലാണ് ഇത്തരം ലാഭത്തിന്റെ 2% CSR ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ചെലവാക്കേണ്ടുന്നത്. ലോക്കൽ ഏരിയയ്ക്കാണ് അവിടെ പ്രിഫറൻസ് കൊടുക്കേണ്ടുന്നത്. അതുപോലെ തന്നെ ഇഫ് ദ കമ്പനി ഫെയിൽസ് ടു സ്പെൻഡ് സച്ച് എമൗണ്ട് ദ ബോർഡ് ഷാൽ സ്പെസിഫൈ ദ റീസൺ ഫോർ നോട്ട് സ്പെൻഡിങ് ദ എമൗണ്ട് ഇൻ ഇറ്റ്സ് റിപ്പോർട്ട്. ഏതെങ്കിലും കാരണം കൊണ്ട് ഇത്തരത്തിൽ എമൗണ്ട് 2% ചെലവാക്കാൻ പറ്റാതെ വന്നാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള കാരണം ബോർഡ് അവരുടെ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി സബ്സെക്ഷൻ 5 പറയുന്നുണ്ട്. ഒന്ന്, എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടത് ലോക്കൽ ഏരിയയ്ക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടുന്നത്. ഇനി ഏതെങ്കിലും രീതിയിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ബോർഡ് അവരുടെ റിപ്പോർട്ടിൽ കൃത്യമായി സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് സബ്സെക്ഷൻ 1 മുതൽ 5 വരെയാണ് ഒറിജിനൽ കമ്പനീസ് ആക്ടിൽ ഉണ്ടായിരുന്ന സെക്ഷനുകൾ. ഇനി വരുന്ന സെക്ഷൻ സബ്സെക്ഷൻ 6, സബ്സെക്ഷൻ 7, സബ്സെക്ഷൻ 8 എന്നിവ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ്. അപ്പോൾ സബ്സെക്ഷൻ 6 പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എനി എമൗണ്ട് റിമൈനിങ് അൺസ്പെൻഡ് പെർസ്വൻ ടു എനി ഓൺഗോയിങ് പ്രോജക്റ്റ്, അതായത് നമ്മൾ സബ്സെക്ഷൻ 5 പറഞ്ഞു ഏതെങ്കിലും കാരണം കൊണ്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അത് കൃത്യമായി അത് സ്പെസിഫൈ ചെയ്യണം, ബോർഡിന്റെ റിപ്പോർട്ടിൽ അത് സ്പെസിഫൈ ചെയ്യണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ അൺസ്പെൻഡ് ആയിട്ടുള്ള എമൗണ്ട് ഏതെങ്കിലും ഓൺഗോയിങ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ചെയ്യേണ്ടത് ഷാൽ ബി ട്രാൻസ്ഫേർഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഫ്രം ദ എൻഡ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ. സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ 30 ദിവസത്തിനുള്ളിൽ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണം ടു എ സ്പെഷ്യൽ അക്കൗണ്ട് ഇൻ എനി ഷെഡ്യൂൾഡ് ബാങ്ക് ടു ബി കോൾഡ് ദ അൺസ്പെൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട്. അതായത് കമ്പനിയുടെ പേരിൽ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ അൺസ്പെൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് എന്ന രീതിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇത്തരത്തിൽ അൺസ്പെൻഡ് ആയിട്ടുള്ള എമൗണ്ട് ഫൈനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തിന് തൊട്ട് മുൻപുള്ള 30 ദിവസത്തിന് മുൻപ് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ അക്കൗണ്ടിനെ പറയുന്ന പേരാണ് ദ അൺസ്പെൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത്, സച്ച് എമൗണ്ട് ഷാൽ ബി സ്പെൻഡ് ബൈ ദ കമ്പനി ടുവേർഡ്സ് ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി വിത്തിൻ എ പീരീഡ് ഓഫ് 3 ഫൈനാൻഷ്യൽ ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ട്രാൻസ്ഫർ. ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് 3 വർഷത്തിനുള്ളിൽ തന്നെ, ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിൽ നിന്ന് 3 വർഷത്തിനുള്ളിൽ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസിയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കമ്പനി സ്പെൻഡ് ചെയ്തിരിക്കണം എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫെയിലിംഗ് വിച്ച് ദ കമ്പനി ഷാൽ ട്രാൻസ്ഫർ ദ സെയിം ടു എ ഫണ്ട് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7 വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദ 3rd ഫൈനാൻഷ്യൽ ഇയർ. ഇത്തരത്തിൽ 3 വർഷത്തിനുള്ളിൽ ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ ഷെഡ്യൂൾ 7 കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 7 പറഞ്ഞിരിക്കുന്ന ഫണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ. അതായത് നമ്മൾ പറഞ്ഞു അൺസ്പെൻഡ് ആയിട്ടുള്ള എമൗണ്ട് ഫൈനാൻഷ്യൽ ഇയറിന്റെ 30 ദിവസത്തിന് മുൻപായിട്ട് ദ അൺസ്പെൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് എന്ന പേരിൽ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞു. അത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിൽ നിന്ന് 3 വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അത്തരത്തിൽ
യഥാർത്ഥത്തിൽ യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്ന എമൗണ്ട് ഷെഡ്യൂൾ 7-ൽ, അതായത് കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 7-ൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഫണ്ടിലേക്ക് ഈ എമൗണ്ട് 30 ദിവസത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ആ 3 വർഷത്തിനുള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ വന്നാൽ 3 വർഷം കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഇത്തരം എമൗണ്ട് ആ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഷെഡ്യൂൾ 7-ൽ പറഞ്ഞിരിക്കുന്ന ഫണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ 135 സബ്സെക്ഷൻ 6-ൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 135 സബ്സെക്ഷൻ 7-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഇത്തരത്തിൽ മുൻപ് പറഞ്ഞ സബ്സെക്ഷൻ 5-ലും സബ്സെക്ഷൻ 6-ലും പറഞ്ഞ കാര്യങ്ങൾ ഒരു കമ്പനി ചെയ്യുന്നില്ല എങ്കിൽ അതിന് ലഭിക്കുന്ന പെനാൽറ്റി പണിഷ്മെന്റിനെ കുറിച്ചിട്ടാണ് സബ്സെക്ഷൻ 7-ൽ പറയുന്നത്. ദ കമ്പനി ഷാൽ ബി പണിഷബിൾ വിത്ത് ഫൈൻ. കമ്പനിക്ക് ഫൈൻ ഉണ്ട്. അപ്പോൾ ഫൈൻ വരുന്നത് നോട്ട് ലെസ് ദാൻ ₹50,000 ബട്ട് മേ എക്സ്റ്റെൻഡ് അപ് ടു ₹25 lakh. 50,000-നും 25 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഫൈൻ കമ്പനിക്ക് ലഭിക്കാവുന്നതാണ്. മുൻപ് പറഞ്ഞ സബ്സെക്ഷൻ 5-ലെയും 6-ലെയും കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് മാത്രമല്ല അവിടെ ഫൈൻ ലഭിക്കുന്നത്. എവരി ഓഫീസർ ഹൂ ഈസ് ഇൻ ഡീഫോൾട്ട് ഷാൽ ബി പണിഷബിൾ വിത്ത് ഒന്നുകിൽ ഇംപ്രിസൺമെന്റ് അപ് ടു 3 years 3 വർഷത്തെ ജയിൽ ശിക്ഷയാകാം, അല്ലെങ്കിൽ ഫൈൻ നോട്ട് ലെസ് ദാൻ ₹50,000 ബട്ട് മേ എക്സ്റ്റെൻഡ് അപ് ടു ₹5 lakh. 50,000-നോ 5 ലക്ഷത്തിനോ ഇടയിലുള്ള പിഴത്തുകയാകാം, അല്ലെങ്കിൽ ഓർ വിത്ത് ബോത്ത് ഒന്നുകിൽ ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ ഫൈനോ കൂടിയാകാം. അപ്പോൾ ഈ രീതിയിൽ ഒന്നുകിൽ ജയിൽ ശിക്ഷയാകാം, അല്ലെങ്കിൽ ഫൈൻ ആകാം, അല്ലെങ്കിൽ ജയിൽ ശിക്ഷയും ഫൈനും കൂടി രണ്ടും കൂടിയാകാം ശിക്ഷ ലഭിക്കുക. അപ്പോൾ ഈ രീതിയിൽ ഫൈനുമായി ബന്ധപ്പെട്ട സബ്സെക്ഷൻ 5-ലെയും 6-ലെയും കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 135 സബ്സെക്ഷൻ 7-ൽ പറയുന്നത്. അടുത്തത് സെക്ഷൻ 135 സബ്സെക്ഷൻ 8 ആണ്. സെൻട്രൽ ഗവൺമെന്റ് മേ ഗീവ് സച്ച് ജനറൽ ഓർ സ്പെഷ്യൽ directions to a company or class of companies as it considers necessary to ensure compliance of provision of this section, and such company or class of companies shall comply with such directions. അപ്പോൾ സബ്സെക്ഷൻ 8-ൽ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജനറൽ ആയിട്ടും അതുപോലെ തന്നെ സ്പെഷ്യൽ ഡയറക്ഷൻസും നൽകും. കമ്പനികൾക്കോ അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനികൾക്കോ ആയിട്ട് ജനറൽ ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും നൽകും. ഇത് ചെയ്യുന്നത് കൺസിഡർ നെസസറി ടു എൻഷുർ കംപ്ലൈൻസ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ. അതായത് സെക്ഷൻ 135 എന്ന് പറയുന്ന കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 135-ൽ പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. അത് ഓരോ കമ്പനിയും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അതിന്റെ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുക എന്നതിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ജനറൽ ആൻഡ് സ്പെഷ്യൽ ഡയറക്ഷൻസ് നൽകുന്നത്. അപ്പോൾ ഓരോ കമ്പനികളും ഇത്തരം ഡയറക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ഈ സെക്ഷൻ 135-ൽ പറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി രൂപീകരിക്കുകയും അത്തരം ആക്ടിവിറ്റികൾ ചെയ്യുകയും ചെയ്യണം. അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ഷൻസ് നൽകുന്നത്. ഇത്തരം കാര്യങ്ങളാണ് സെക്ഷൻ 135 സബ്സെക്ഷൻ 8-ൽ പറയുന്നത്. അടുത്തതായി എക്സാം ഓറിയന്റഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് 2017-ൽ ഇറക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 135, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 135 ഷാൽ നോട്ട് അപ്ലൈ ഫോർ എ പീരീഡ് ഓഫ് 5 years ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഓഫ് എ സ്പെസിഫൈഡ് IFSC പബ്ലിക് കമ്പനി. സ്പെസിഫൈഡ് IFSC പബ്ലിക് കമ്പനികളെ സംബന്ധിച്ച് 5 വർഷത്തേക്ക് അവ സ്റ്റാർട്ട് ചെയ്ത് 5 വർഷത്തേക്ക് സെക്ഷൻ 135 നടപ്പാക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്പെസിഫൈഡ് IFSC പബ്ലിക് കമ്പനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്ട് 2005 പ്രകാരം നിലവിൽ വന്നതും RBIയിൽ നിന്നോ സെബിയിൽ നിന്നോ IRDAയിൽ നിന്നോ ലൈസൻസ് കിട്ടിയതുമായതും സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതുമായിട്ടുള്ള അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനികളെയാണ് സ്പെസിഫൈഡ് IFSC പബ്ലിക് കമ്പനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കമ്പനികൾക്ക് അവ കമൻസ്മെന്റ് ചെയ്തതിന് ശേഷം, തുടങ്ങിയതിന് ശേഷം, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 5 വർഷം വരെ സെക്ഷൻ 135, അതായത് കമ്പനീസ് ആക്ടിലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ 135 5 വർഷത്തേക്ക് അപ്ലൈ ആകുന്നില്ല, അല്ലെങ്കിൽ 5 വർഷത്തേക്ക് അത് ഉപയോഗിക്കേണ്ടതില്ല. 5 വർഷത്തേക്ക് അതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ CSRന്റെ ഡെഫിനിഷൻ നോക്കിയ സമയത്ത് മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 7 എന്താണെന്നുള്ളത്. അതുപോലെ പല ഘട്ടത്തിലും ഷെഡ്യൂൾ 7-നെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി ഷെഡ്യൂൾ 7 എന്താണ്, അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഷെഡ്യൂൾ 7 എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് വിച്ച് മേ ബി ഇൻക്ലൂഡഡ് ബൈ കമ്പനീസ് ഇൻ ദിയർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി രൂപീകരിക്കുന്ന സമയത്ത് അതിലേക്ക് എടുക്കാവുന്ന ആക്ടിവിറ്റീസിൻ്റെ ഒരു ലിസ്റ്റാണ് ഷെഡ്യൂൾ 7-ൽ പറഞ്ഞിരിക്കുന്നത്, കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇത് ഒറിജിനൽ കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 7-ൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. പിന്നീട് 2014 റൂൾ, അതായത് കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ട റൂൾ വന്ന സമയത്താണ് അതിനകത്ത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷെഡ്യൂൾ 7-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കാം, ഇറാഡിക്കേറ്റിംഗ് ഹങ്കർ, പോവർട്ടി ആൻഡ് മാൽന്യൂട്രീഷൻ. പട്ടിണി, ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടച്ചു നീക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ പ്രൊമോട്ടിംഗ് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ആൻഡ് സാനിറ്റേഷൻ, പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ, സാനിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. മേക്കിംഗ് അവൈലബിൾ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ശുദ്ധമായ കുടിവെള്ളം, സേഫ് ആയിട്ടുള്ള കുടിവെള്ളം എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്രയുമാണ് ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. രണ്ടാമതായിട്ട് പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം പ്രത്യേകമായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ആൻഡ് എംപ്ലോയ്മെൻറ്റ് എൻഹാൻസിങ് വൊക്കേഷൻ സ്കിൽ, തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വൊക്കേഷണൽ സ്കില്ല് പ്രൊമോട്ട് ചെയ്യുക. എസ്പെഷ്യലി എമംഗ് ചിൽഡ്രൻ, വുമൻ, എൽഡർലി ആൻഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ്, കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ലൈവ്ലിഹുഡ് എൻഹാൻസ്മെൻറ്റ് പ്രോജക്റ്റ്, ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ആയിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് പ്രൊമോട്ടിംഗ് ജെൻഡർ ഈക്വാലിറ്റി, എംപവറിംഗ് വുമൺ, സെറ്റിംഗ് അപ്പ് ഹോംസ് ആൻഡ് ഹോസ്റ്റൽ ഫോർ വുമൺ ആൻഡ് ഓർഫൺസ്. ജെൻഡർ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. സ്ത്രീകൾക്കും അനാഥർക്കും വേണ്ടിയിട്ട് ഹോംസ് ആൻഡ് ഹോസ്റ്റൽസ് സെറ്റപ്പ് ചെയ്യുക. സെറ്റിംഗ് അപ്പ് ഓൾഡ് ഏജ് ഹോംസ് സെറ്റപ്പ് ചെയ്യുക. ഡേ കെയർ സെന്റേഴ്സ് സെറ്റപ്പ് ചെയ്യുക. ആൻഡ് സച്ച് അതർ ഫെസിലിറ്റീസ് ഫോർ സീനിയർ സിറ്റിസൺസ് ആൻഡ് മെഷേഴ്സ് ഓഫ് റെഡ്യൂസിംഗ് ഇൻഈക്വാലിറ്റീസ് ഫേസ്ഡ് ബൈ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഇൻഈക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ്, അതിനുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മൂന്നാമതായിട്ട് പറയുന്നത്. നാലാമതായിട്ട് എൻഷുറിംഗ് എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, എക്കോളജിക്കൽ ബാലൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂന, അനിമൽ വെൽഫെയർ, അഗ്രോ ഫോറസ്ട്രി, കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് മെയിൻറ്റെയിനിങ് ക്വാളിറ്റി ഓഫ് സോയിൽ, എയർ ആൻഡ് വാട്ടർ. എൻവിയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാലാമതായിട്ട് പറയുന്നത്. സസ്യസമ്പത്തും മൃഗസമ്പത്തും പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റിനെ സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരിക. എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നാച്ചുറൽ റിസോഴ്സസിനെ, പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക. സോയിൽ, എയർ ആൻഡ് വാട്ടർ പൊല്യൂഷനൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് നാലാമത്തെ ഭാഗത്ത് പറയുന്നത്. 5. പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹെറിറ്റേജ്, ആർട്ട് ആൻഡ് കൾച്ചർ ഇൻക്ലൂഡിംഗ് റീസ്റ്റോറേഷൻ ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് സൈറ്റ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് വർക്ക്സ് ഓഫ് ആർട്ട്, സെറ്റിംഗ് അപ്പ് പബ്ലിക് ലൈബ്രറീസ്, പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രഡീഷണൽ ആർട്സ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. നമ്മുടെ നാഷണൽ ഹെറിറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ പഴയ ബിൽഡിങ്ങുകളാകാം, അല്ലെങ്കിൽ ചില ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സൈറ്റ്സ് ആകാം, ചില വർക്ക്സ് ആകാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംരക്ഷിക്കുക, അതിനെ റീസ്റ്റോർ ചെയ്യുക, അതിനെ നിലനിർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ പബ്ലിക് ലൈബ്രറീസ് സെറ്റപ്പ് ചെയ്യുക. ട്രഡീഷണൽ ആർട്സ് അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് പോലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അവയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അഞ്ചാമത്തെ ഭാഗത്ത് പറയുന്നത്. ആറാമതായിട്ട് മെഷേഴ്സ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ആംഡ് ഫോഴ്സ് വെറ്ററൻസ്, വാർ വിഡോസ് ആൻഡ് ദെയർ ഡിപ്പെൻഡൻസ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് വിധവകളായവരെയോ അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിനെയോ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിന്റെ വെറ്ററൻസിനെയോ, ആംഡ് ഫോഴ്സിൽ നിന്ന് വിരമിച്ചവർക്കൊക്കെ ബെനിഫിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ആറാമത്തെ ഭാഗത്ത് പറയുന്നത്. ഏഴാമതായിട്ട് ട്രെയിനിങ് ടു പ്രൊമോട്ട് റൂറൽ സ്പോർട്സ്, നാഷണലി റെക്കഗ്നൈസ്ഡ് സ്പോർട്സ്, പാരാഒളിമ്പിക് സ്പോർട്സ് ആൻഡ് ഒളിമ്പിക് സ്പോർട്സ്. റൂറൽ സ്പോർട്സിനോ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് സ്പോർട്സിനോ അല്ലെങ്കിൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട സ്പോർട്സിനോ ഒക്കെ ട്രെയിനിങ് പ്രൊമോട്ട് ചെയ്യുക. അത്തരത്തിലുള്ള സ്പോൺസർഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏഴാമത്തെ ഭാഗത്ത് പറയുന്നത്. അടുത്തത് 8. Contribution to the Prime Minister's National Relief Fund or any other fund set up by the central government for socio-economic development and relief and welfare of the scheduled caste, the scheduled tribes, other backward classes, minorities and women. സ്ത്രീകളുടെയോ അല്ലെങ്കിൽ മൈനോറിറ്റീസിൻ്റെയോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഇത്തരത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുള്ള ഫണ്ടിലേക്കോ അല്ലെങ്കിൽ റിലീഫ് ഫണ്ടിലേക്കോ കോൺട്രിബ്യൂട്ട് ചെയ്യുക.
നേരത്തെ ഇതിനു മുമ്പ് കണ്ട ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നു ഷെഡ്യൂൾ 7-ൽ പറഞ്ഞിരിക്കുന്ന ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. അതായത് തൊട്ട് മുൻപത്തെ പ്രോഫിറ്റിന്റെ 2% CSR ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ചെലവാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത്ര ഫണ്ട് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് നമ്മൾ പറഞ്ഞു. ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ CSR ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ ആ ഫണ്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ആ രീതിയിലും ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാതെ വന്നാൽ ആ ഫണ്ടിനെ ഷെഡ്യൂൾ 7-ൽ പറഞ്ഞിരിക്കുന്ന ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ 7-ൽ പറഞ്ഞിരിക്കുന്ന ഫണ്ട്, അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ മൈനോറിറ്റീസോ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസസ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് അവിടെ പറഞ്ഞത്. 9-ാമതായിട്ട് ഇവിടെ പറയുന്നത് കോൺട്രിബ്യൂഷൻ ഓർ ഫണ്ട് പ്രൊവൈഡഡ് ടു ടെക്നോളജി ഇൻക്യുബേറ്റേഴ്സ് ലൊക്കേറ്റഡ് വിത്തിൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. അതായത് ടെക്നോളജി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ്ക്കകത്തോ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ഫണ്ട് നൽകി പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. അതാണ് 9-ാമത്തെ ഭാഗത്ത് പറയുന്നത്. 10-ാമത്തെ ഭാഗത്ത് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. റൂറൽ ഡെവലപ്മെന്റ് പ്രൊജക്റ്റിലേക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഷെഡ്യൂൾ 7-ൽ പറയുന്ന കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 7-ൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 10 തരം ആക്ടിവിറ്റീസ് ആണ് നമ്മളിവിടെ കണ്ടത്. ഈ ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കമ്പനികളും അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം എടുക്കണം എന്നില്ല. ഈ ആക്ടിവിറ്റീസിൽ നിന്ന് ഓരോ കമ്പനികൾക്കും എടുക്കാവുന്ന കാര്യങ്ങൾ എടുക്കാം. അതിനുശേഷം അവർ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി തയ്യാറാക്കണം. എന്നിട്ട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഈ ഡെഫിനിഷൻ ഒന്നുകൂടി നോക്കാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് ആൻഡ് ഇൻക്ലൂഡ് ബട്ട് ഈസ് നോട്ട് ലിമിറ്റഡ് ടു. നമ്മൾ നേരത്തെ കണ്ടതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ താഴെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നിവിടെ ലിമിറ്റ് ചെയ്യുന്നില്ല. ഈ കാര്യങ്ങൾ ഉൾപ്പെട്ട് വരാം, ഇതിലുപരിയായിട്ടുള്ള കാര്യങ്ങളും ആകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പ്രോജക്ട്സ് ഓർ പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7. ഷെഡ്യൂൾ 7 എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടു. ആ ഷെഡ്യൂൾ 7-ൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട പ്രോജക്ട്സോ പ്രോഗ്രാംസിനെയോ ആണ് നമ്മളിവിടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 7-ൽ വരുന്ന 10ഓളം ആക്ടിവിറ്റീസ്, 10ഓളം വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസ് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അടുത്തത് പ്രോജക്ട്സ് ഓർ പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ CSR കമ്മിറ്റി ആസ് പെർ ഡിക്ലെയർഡ് CSR പോളിസി ഓഫ് ദ കമ്പനി സബ്ജക്ട് ടു കണ്ടീഷൻ ദാറ്റ് സച്ച് പോളിസി വിൽ കവർ സബ്ജക്ട് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7. ഇത് തന്നെയാണ് ഷെഡ്യൂൾ 7-ൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയിലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി രൂപീകരിക്കും. ഇത്തരത്തിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പോളിസിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന പ്രോഗ്രാംസിനെയോ പ്രൊജക്ട്സിനെയോ ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡെഫിനേഷൻ നമുക്ക് വളരെ വ്യക്തമായി, കാരണം ഷെഡ്യൂൾ 7-ൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ആ ഷെഡ്യൂൾ 7-ൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ആ കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് 2013-ലെ കമ്പനീസ് ആക്ടിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്